ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ മാക്ബുക്ക് M4 എയർ ആണിത്. ഇത് മേടിച്ചതിന് ശേഷം ഞാൻ മേടിച്ചിട്ടുള്ള ആക്സസറീസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ചെയ്യാം. ഇത്രയും നാൾ ഉപയോഗിച്ച് ഇത് ഏതാണ്ട് ഒരു 9 മാസത്തോളം ഞാനിത് ഉപയോഗിച്ചു. ഇതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറയാം. ഇതിനു വേണ്ടി മേടിച്ച ആക്സസറീസ് ഒരു 3-4 ഉള്ളൂ. എന്നാലും ഞാനത് പറയാം. ഫസ്റ്റ് തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ മേടിച്ചത്. ഇത് അതിനു വേണ്ടിയുള്ളൊരു ഷെല്ലാണ്. എന്ന് വെച്ചാൽ ഇത് പ്ലാസ്റ്റിക്കാണ്. അത് പോറാതിരിക്കാൻ, അതായത് ലാപ്പ് പോറാതിരിക്കാനായിട്ട് ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇത് ക്ലിപ്പ് ഓൺ ആണ്, ജസ്റ്റ് ക്ലിപ്പ് ചെയ്തിട്ടാൽ മതി. ഇതും താഴത്തെയും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ വന്നതാണ് കീബോർഡിൽ ഇടാനായിട്ടുള്ള സാധനവും ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. ഇതുപോലത്തെ 2 എണ്ണം കിട്ടുന്നുണ്ട്. ഒരെണ്ണം ആ ബോക്സിൽ തന്നെ വെച്ചേക്കുവാണ്. ഇത് ബാക്ക് ലൈറ്റ് സപ്പോർട്ട് ചെയ്യത്തില്ല. അതായത് ഇതിനിടയ്ക്കൂടെ, ഈ ലെറ്റേഴ്സിന് ഇടയ്ക്കൂടെ ലൈറ്റ് വരത്തില്ല. അത് രാത്രിയിലൊക്കെ ഇച്ചിരി ഡിസ്കംഫേർട്ടാണ്. ബട്ട് ഇത് അതിൻ്റെ കീബോർഡിൻ്റെ ഇടയിലൊക്കെ പൊടി പോകാതിരിക്കാൻ, അതായത് ഡസ്റ്റ് പോകാതിരിക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഒരു സ്ക്രീനിൽ ഒട്ടിക്കാനുള്ള സ്ക്രീൻ ഗാർഡും കൂടെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതും ഞാനിപ്പോൾ സ്ക്രീൻ ഒട്ടിച്ചേക്കുവാണ്. അതിനാൽ കാണിച്ചു തരാൻ പറ്റത്തില്ല. അതും നല്ലൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ സ്ക്രീൻ ഗാർഡ് ഒരെണ്ണേ വരുന്നുള്ളൂ. പിന്നെ വരുന്നത് C2 മൈക്രോ USB അഡാപ്റ്ററാണ്. 2 എണ്ണം വരുന്നുണ്ട്. ഇതും 2 എണ്ണം വരുന്നുണ്ട്. പിന്നെ ഷെല്ല് ഒന്നേ വരുന്നുള്ളൂ. അതായത് മണ്ടയിലത്തെയും താഴത്തെയും ഒന്നേ വരുന്നുള്ളൂ. പിന്നെ സ്ക്രീൻ ഗാർഡും ഒരെണ്ണേ വരുന്നുള്ളൂ. പിന്നെ ഞാൻ മേടിച്ചത് ഇതാണ്. ഇത് ആർട്ടിക് ഫോക്സിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് മൗസാണ്. ഇത് ഏതാണ്ടൊരു നമ്മുടെ മാജിക് മൗസ് ഇല്ലേ, അതിനെ ഇൻസ്പയർ ആക്കി ഉണ്ടാക്കിയൊരു സാധനമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. ഇത് നല്ല രസമുണ്ട്. ഇതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഇതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. ഇത് തുറക്കാനൊക്കെ പറ്റും. ഇതിനകത്ത് 3 തരത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് USB കേബിൾ വഴി, അതായത് USB ഡോങ്കിൾ വഴി കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ 2 എണ്ണം ബ്ലൂടൂത്ത് വഴിയും. ഇവിടെ ഓണാക്കുന്ന സ്വിച്ചും ഇത് മോഡ് മാറ്റുന്ന സ്വിച്ചും, അതായത് 2.4 GHz ഒരു ഡോങ്കിളും പിന്നെ ബ്ലൂടൂത്തിൻ്റെ 2 എണ്ണം, അങ്ങനെയാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെയായിട്ട് 2 സ്വിച്ചുണ്ട്. ഇത് ഒന്ന് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് പോകാനായിട്ടുള്ള സാധനമാണ്. അതായത് നമ്മൾ ഏതെങ്കിലും വിൻഡോയിൽ ഓപ്പൺ ആണെങ്കിൽ ഈ ബട്ടൺ ഞെക്കിയാൽ വേഗം ഡെസ്ക്ടോപ്പിലേക്ക് പോകും. പക്ഷേ അത് മാക്കിൽ സപ്പോർട്ട് ചെയ്യത്തില്ല, വിൻഡോസ് മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ ഇതിൽ DP കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ RGB ലൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ഈ ആർട്ടിക് ഫോക്സ് എഴുതിയ ഭാഗത്ത് RGB ലൈറ്റിംഗ് വരുന്നുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം. പിന്നെ സൈലൻറ്റ് ക്ലിക്കാണ്. അത്യാവശ്യം നല്ല സ്ക്രോൾ വീൽ തന്നെയാണ്. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ ചെറുതായിട്ട് പോറൽ വരും. ഞാൻ ഇത്രയും നാളെ ഉപയോഗിച്ചിട്ട് എന്തുകൊണ്ടോ ഇതിൻ്റെ മണ്ടയിൽ കൂടെ പോറൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ, പോറലുണ്ട്. പിന്നെയുള്ള USB ഡോങ്കിളാണ്. ഇത് C ടൈപ്പാണ് വരുന്നത്. പിന്നെ ഇവിടെയായിട്ട് ഒരു C ടൈപ്പ് പോർട്ടും വരുന്നുണ്ട്. പിന്നെ ഇവിടെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. 3 മൈക്രോ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സ്പീഡ് കൂടിയതാണ്. കറക്റ്റ് എത്രയാണെന്ന് ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചേക്കാം. പിന്നെ പുറകിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ലാർജറായിട്ടുള്ള SD കാർഡ് ഇടാം. ഇവിടെ മൈക്രോ SD കാർഡും 2 കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എതർനെറ്റ് പോർട്ട്, VGA, HDMI, ഈ ഇത്രയും സാധനങ്ങൾ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ മേടിച്ചേക്കുന്നത് ഇതൊരു ലാപ്ടോപ്പ് സ്റ്റാൻഡാണ്. ഇത് ഞാൻ വില കുറവിൽ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഉള്ള സാധനത്തിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാത്തിൻ്റെ ഞാൻ താഴെ കൊടുത്തേക്കാം. എല്ലാത്തിൻ്റെ സാധനത്തിൻ്റെയും തന്നെ കൊടുത്തേക്കാം. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഇവിടെയൊക്കെ മെറ്റലാണ്. ഇവിടെ റബ്ബർ കൊടുത്തിട്ടുണ്ട്, ലാപ്പ് തിങ്ങിപ്പോയിരിക്കാനും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ ഇതും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ബാക്കത്തെ ലെഗ്, അതായത് ഇങ്ങനെ വെക്കുന്ന ലെഗ് അത്യാവശ്യം ക്വാളിറ്റി കുറഞ്ഞതാണ്.
വലിയ ലാപ്പൊക്കെ അത്യാവശ്യം വെയിറ്റുള്ള ലാപ്പൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വലിയ ക്വാളിറ്റി ഇല്ലാത്തതാണ് ഈ ബാക്കിലത്തെ. പക്ഷേ നമുക്കൊരു ഒരിടത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അല്ലാതെ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുമോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ഞാൻ മേടിച്ചേക്കുന്നത് പറഞ്ഞാൽ ഇത് മാക്ബുക്കിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു മാക്സൈറ്റ് ചാർജറാണ്. ഇത് മാക്ബുക്കിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പകരം ഞാൻ മേടിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ആങ്കറിൻ്റെ ഒരു USB ടൈപ്പ് C to ടൈപ്പ് C കേബിളാണ്. ബ്രേഡഡ് ആണ്, ബ്ലാക്ക്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനം തന്നെയാണ്. ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ച് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് മേടിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ 2 ചാർജറും കൂടെ, അതായത് ഫോണിൻ്റെയും മാക്കിൻ്റെയും ചാർജർ ഒരുമിച്ച് കൊണ്ട് നടക്കണ്ട. ഇത് മേടിക്കുകയാണെങ്കിൽ രണ്ടും കൂടെ, അതായത് അതിൻ്റെ കൂടെ തന്നെ വരുന്ന ചാർജറിൽ ഇത് കണക്ട് ചെയ്തിട്ട് രണ്ടും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രേഡഡ് കേബിൾ തന്നെയാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല മെറ്റൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇത് അത്യാവശ്യം ഞാൻ നോക്കിയിട്ട് വാങ്ങിച്ചതാണ്. കാരണം മാക്ബുക്കിൻ്റെ ബാറ്ററി ഹെൽത്തൊക്കെ കുറയാതിരിക്കാനായിട്ട് അത്യാവശ്യം നല്ല കേബിൾ തന്നെ ഞാൻ നോക്കി മേടിച്ചതാണ്. പിന്നെ വരുവാണെങ്കിൽ ഞാനൊരു ഹെഡ്ഫോൺ മേടിച്ചിട്ടുണ്ട്. ഇത് മാക്ബുക്കിന് വേണ്ടി മേടിച്ചല്ല, എൻ്റെ ഒരു യൂസിന് വേണ്ടി മേടിച്ചതാണ്. പക്ഷേ ഞാൻ മേടിച്ചത് കൊണ്ട് ഞാൻ കാണിക്കുവാണ്. അതായത് ഇത് ബോട്ട് റോക്കേഴ്സ് $5 ANC ആണ്. ഇതിനെപ്പറ്റിയുള്ളൊരു ലിങ്ക്, അതായത് ഇതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്രയും കാര്യങ്ങളാണ് മാക്കിന് വേണ്ടി മേടിച്ചത്. ഇനി മേടിക്കുമ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.